ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോട്ട ബാങ്ക് കവർച്ച കേസിൽ പ്രതി റിജോ ആന്റണി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചത്. കവർച്ച നടത്തിയ പ്രതി പോലീസിനെ കബളിപ്പിക്കാൻ 3 തവണ വസ്ത്രങ്ങൾ മാറുകയും ചെയ്തു. വസ്ത്രങ്ങൾ മാറി വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിന്. പോട്ട ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണിത്. കവർച്ച നടത്തിയതിനു ശേഷം പോലീസിനെ കബളിപ്പിക്കാൻ 3 തവണ വസ്ത്രങ്ങൾ മാറി വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആസിഫ് മുഹമ്മദാണ്. ആസിഫ്, എന്തായാലും അതിവിദഗ്ധമായി തന്നെയാണ് അയാൾ ഈ ഒരു കവർച്ച നടത്തി അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും. ഇത്രയും ദിവസം പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ വിദഗ്ധമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആസിഫ്, തുടരാം. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ വന്ന CCTV ദൃശ്യങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ 3 തവണ വസ്ത്രം മാറി എത്തിയെന്നുള്ള കാര്യമാണ്. ആ ഒരു പ്രദേശങ്ങളിലേക്ക് അടക്കമാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മോഷണത്തിന് ശേഷം ആദ്യം എത്തിയ സ്ഥലത്തേക്കാണ് ആദ്യം പോലീസ് എത്തിയത്. അവിടെ എത്തിച്ച് പോലീസ് ഇപ്പോൾ അതിൻ്റെ നടപടികൾ ഇങ്ങനെ പൂർത്തിയാക്കി വരികയാണ്. 3 സ്ഥലങ്ങളിലെത്തി 3 തവണ വസ്ത്രം മാറി. അതോടൊപ്പം തന്നെ നമ്പർ പ്ലേറ്റ് പിന്നീട് ഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രദേശം അടക്കം പോലീസ് ഇപ്പോൾ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഏതായാലും പോലീസിന് നിർണായകമായ ദൃശ്യങ്ങളും വിവരങ്ങളും എല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം 36 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും പോലീസ് പ്രതിയിലേക്ക് കൃത്യമായി എത്തി. അതിനു മുമ്പ് തന്നെ പോലീസ് ഈ പ്രതിയുടെ നീക്കങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അത് ഏറ്റവും നിർണായകമായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് ഈ ഫേക്ക് ആയ നമ്പർ പ്ലേറ്റ് അടക്കം ധരിച്ച വാഹനത്തിൽ ഇയാൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ഈ സ്ത്രീകളോടക്കം വഴിയാത്രക്കാരായ ആളുകളോടൊപ്പം സംസാരിച്ച സമയത്താണ് ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രൂപസാദൃശ്യമുള്ള ഒരാൾ ഇതിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ പോലീസിന് ലഭിച്ച ഏറ്റവും നിർണായകമായ വിവരമായി അത് മാറുകയായിരുന്നു. അത് പോലീസ് പരിശോധിക്കുന്നു. പിന്നീട് ഇയാളുടെ പഴയ ദൃശ്യങ്ങളും മറ്റും സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മറ്റും പോലീസിന് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. അതിൽ ധരിച്ചിരുന്ന ഷൂ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യം പോലീസ് പരിശോധിക്കുന്നു. അത് നിർണായകമാകുന്നു. അങ്ങനെ പലതരം തെളിവുകൾ പോലീസിന് ലഭിക്കുകയും അത് ഈ പ്രതിയുമായി ഒത്തുനോക്കിക്കൊണ്ടുമാണ് പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആളാണ് ഇത്തരത്തിലുള്ള ഒരു അയാളെ സംബന്ധിച്ചുള്ള ചെറിയ തുകയായി മാത്രം കരുതാൻ കഴിയുന്ന ഒരു 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ മോഷണം നടത്തുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഉള്ളതിനാൽ തന്നെയാണ് പോലീസ് എല്ലാ തെളിവുകളും ശേഖരിച്ച് ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നടപടികളിലേക്ക് കടക്കുന്നത്. നമ്മളിപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ ഇയാൾ 3 തവണ പല സ്ഥലങ്ങളിലായി എത്തി ഡ്രസ്സ് മാറുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടപടികളും മുന്നോട്ട് പോകുന്നു. പല സ്ഥലങ്ങളിൽ ഈ മോഷണത്തിന് ശേഷം പല സ്ഥലങ്ങളിലേക്ക് എത്തിയിരുന്നു. വീട്ടിലടക്കം സ്ഥലങ്ങളിലേക്ക് അടക്കം എത്തിച്ച് സ്ഥലങ്ങളിലേക്കുള്ള തെളിവെടുപ്പ് എല്ലാം ഒരുമിച്ച് പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതോടൊപ്പമാണ് ഈ മോഷണത്തിന് ശേഷം പ്രതിയുടെ വരവ് ഓരോ സ്ഥലത്തേക്കും അത് ഏത് തരത്തിലായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തി വസ്ത്രം മാറുന്ന ഒരു ഘട്ടം 3 തവണ വസ്ത്രം മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്നനാട് സ്വദേശിക്ക് തുക നൽകിയത് ആ വീട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കടമായി പണം വാങ്ങിയ പണമാണ്. സ്വാഭാവികമായും മോഷണത്തിന് ശേഷം ആ തുക തിരികെ നൽകാൻ ഇയാൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ 2,94,000 രൂപ നേരത്തെ കടം വാങ്ങിയ പണം തിരികെ നൽകുന്നു. ആ തിരികെ നൽകിയ വീട്ടിലേക്ക് ഇപ്പോൾ പ്രതിയുമായി പോലീസ് എത്തിയിരിക്കുകയാണ്.
വരികയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള റിക്കവറി നടപടികൾ ഇന്നലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇയാളാണ് പ്രതിയെന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ ആൾ എത്തി ഈ പണം തിരികെ നൽകാൻ തയ്യാറായിരുന്നു. അപ്പോൾ പോലീസ് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനാൽ അത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മോഷണത്തിന് ശേഷം പ്രതി സഞ്ചരിച്ച പ്രദേശങ്ങൾ, അത് ആദ്യമെത്തിയ വസ്ത്രം മാറുന്നു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വാങ്ങിയ പണം തിരികെ നൽകാനായി എത്തുന്നു. അങ്ങനെ 2,94,000 രൂപ തിരികെ നൽകുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മാറി വീണ്ടും അടുത്ത സ്ഥലത്തെത്തി അവിടുന്ന് വീണ്ടും വസ്ത്രം മാറുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ നമ്പർ പ്ലേറ്റ് അടക്കം വെച്ചതിന് ശേഷം വീട്ടിലേക്ക് ഇയാൾ തിരികെ എത്തുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള നടപടികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മോഷണത്തിന് ശേഷം പോലും പ്രതികാരങ്ങളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഈ അതിബുദ്ധി കാണിച്ച് പോയ സമയത്ത് തന്നെ പലതരം കാര്യങ്ങളും പോലീസിന് ഈ തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ്. കാരണം പോലീസ് പ്രധാനമായും കരുതിയത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയോ മറ്റോ ആണെങ്കിൽ അത് നേരെ ഹൈവേയിലേക്ക് കയറി ആ വഴി സഞ്ചരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായത്. പക്ഷേ ഹൈവേകളിൽ നിന്ന് പിന്നീട് CCTVയോ മറ്റു കാര്യങ്ങളോ ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചോളം ഒരു പ്രദേശവാസി തന്നെയാണ് ഈ പ്രതി എന്ന് ഉറപ്പിക്കുകയും ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അതോടൊപ്പം തന്നെയാണ് പലതരം ആളുകളെ ഇത് കാണിച്ചപ്പോൾ ഇത്തരത്തിൽ ശരീരപ്രകൃതിയുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഇയാൾ ഡ്രസ്സ് മാറി സഞ്ചരിച്ച സമയത്ത് ലഭിച്ച CCTV ദൃശ്യങ്ങളും നിർണായകമായി. ആ ബാങ്കിൽ ഉണ്ടായിരുന്ന അതേ കളറുള്ള വണ്ടിയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. നമ്പർ പ്ലേറ്റ് മാറ്റമുണ്ടെങ്കിൽ പോലും അങ്ങനെ ആ ഒരു കാര്യമടക്കം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അണ്ടനാട് സ്വദേശിയുടെ വീട്ടിലെത്തിയാണ് അന്ന് 2,94,000 രൂപ കൈമാറിയിരുന്നത്. നേരത്തെ കടം വാങ്ങിയ പണമാണ്. അത് മാത്രമാണ് ഇയാൾ കടമായി വാങ്ങിയ പണത്തിൽ നിന്ന് വീട്ടിയിട്ടുള്ളത്. മറ്റ് 10,000-ഓളം രൂപ മദ്യം വാങ്ങാനും മറ്റും ഉപയോഗപ്പെടുത്തിയെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി മുഴുവൻ പണവും തിരികെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തിന് മുകളിലുള്ള രൂപ ഇന്നലെ തന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ അണ്ടനാട് സ്വദേശിയുടെ വീട്ടിലെത്തി ആ പണം തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്നും പണം തട്ടിയെടുത്ത 15 ലക്ഷത്തോളം രൂപ പണം തട്ടിയെടുത്ത പ്രതി റിജോ ആന്റണിയുമായി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പണം കടം വാങ്ങിയ ആൾക്ക് റിജോ പണം തിരികെ കൊണ്ട് കൊടുത്തിരുന്നു. ആ ആളുടെ വീട്ടിലെത്തി ഇപ്പോൾ ആ പണം തിരിച്ചെടുക്കുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതി റിജോയുമായി എത്തിയാണ് പോലീസ് വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് അത്തരത്തിൽ പണം തിരികെ എടുക്കുന്ന നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.